പച്ചക്കറി ഇനത്തിൽപ്പെടുന്ന പാലക് അല്ലെങ്കിൽ പാലക് ചീര എന്ന സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചെടിയുടെ സവിശേഷത അതിൻ്റെ പോഷകമൂല്യം, ഔഷധഗുണം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്കറികളായി ഉപയോഗിച്ചു വരുന്ന പലതരം കുറ്റിച്ചെടികളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ചീര. പലതരത്തിലുള്ള ചീരകൾ ഇന്ന് നാം ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കുന്നു. തുടർന്നു വരുന്ന വീഡിയോകളിലൊക്കെ അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ചീരയുമായി വളരെ സാദൃശ്യമുള്ള ഈ ചെടി ഉത്തരേന്ത്യൻ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഇനമാണ്. ഇന്ന് ഇത് ദക്ഷിണേന്ത്യയിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൽ നിന്ന് നിർമ്മിക്കുന്ന പ്രധാന വിഭവങ്ങളാണ് പാലക് ദാൽ, പാലക് പനീർ, പാലക് മട്ടർ. എല്ലാം ഉത്തരേന്ത്യയുടെ പ്രിയ വിഭവങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ കേരളം പോലുള്ള പ്രദേശങ്ങളിൽ തോരൻ തുടങ്ങി വിവിധ ഭക്ഷണ പാചകങ്ങളിൽ ഇന്ന് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ പുരാതന പേർഷ്യയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്നും ഇന്ത്യയിലേക്കും പിന്നീട് നേപ്പാൾ വഴി പുരാതന ചൈനയിലേക്കും ഇത് എത്തപ്പെട്ടു. AD 647 തന്നെ പേർഷ്യയിൽ ഇത് പച്ചക്കറിയായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം AD 827 അറബികൾ സിസിലിയിൽ ചീര കൊണ്ടുവന്നു. മെഡിറ്ററേനിയയിലെ ചീരയുടെ ആദ്യത്തെ രേഖാമൂലമുള്ള തെളിവുകൾ 19ാം നൂറ്റാണ്ടിലെ 3 കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ റാസിസ് എന്നറിയപ്പെടുന്ന പേർഷ്യക്കാരനായ ആൽക്കമിസ്റ്റും രസതന്ത്രജ്ഞനും വിശങ്കരനും തത്വചിന്തകനും പണ്ഡിതനുമായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു മെഡിക്കൽ കൃതിയിലും 2 കാർഷിക ഗ്രന്ഥങ്ങളിലും, ഇബ്നു വഹിയയുടെയും മറ്റൊന്ന് കുസ്തുസ് അൽ റൂമിയയുടെയും ഗ്രന്ഥത്തിലും. അങ്ങനെ പാലക് അറബ് മെഡിറ്ററേനിയയിൽ ഒരു ജനകീയ പച്ചക്കറിയായി മാറിയിരുന്നതായി കണ്ടെത്താൻ കഴിയുന്നു. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് സ്പെയിനിലെത്തി. അവിടെ ഇബ്നു ലബാം ഇതിനെ റായിസ് അൽ ബുക്കിൽ ഇലകളുള്ള പച്ചിലകളുടെ തലവൻ എന്ന് വിളിച്ചു. 11ാം നൂറ്റാണ്ടിൽ ഇബൻ ഹജാജ് എഴുതിയ ഒരു പ്രത്യേക ഗ്രന്ഥത്തിന്റെ വിഷയം ഈ പാലക്കായിരുന്നു. 14ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും പാലക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. ഒരുപക്ഷെ അത് സ്പെയിൻ വഴിയാകാം. പുതിയ തദ്ദേശിക പച്ചക്കറികൾ ലഭ്യമല്ലാത്ത വസന്തത്തിന്റെ തുടക്കത്തിൽ ഇത് പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇത് തദ്ദേശീയ പച്ചക്കറിക്ക് പകരം സ്ഥാനം നേടി. അറിയപ്പെടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് പാചക പുസ്തകമായ ഫോം ഓഫ് ക്യൂറിയിൽ പാലക് ചീരയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഇത് പഴയ ഫ്രഞ്ച് ക്യൂറിയിൽ നിന്നുള്ള മധ്യകാല ഇംഗ്ലീഷ് പാചകക്കുറിപ്പുകളുടെ വിപുലമായ 14ാം നൂറ്റാണ്ടിലെ ഒരു ശേഖരമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ കയ്യെഴുത്തു പ്രതി നഷ്ടപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രണ്ടാമൻ, റിച്ചാർഡ് ഓഫ് ബാഡോ എന്നറിയപ്പെടുന്ന രാജാവിന്റെ മുഖ്യ മാസ്റ്റർ കുക്സ് എന്നുദ്ധരിച്ച് തലക്കുറിപ്പുള്ള ഒരു ചുരുളിന്റെ രൂപത്തിൽ ഏറ്റവും പ്രശസ്തമായത് ഇന്നും പ്രചരിച്ചു കാണുന്നുണ്ട്. ദ ഫോം ഓഫ് ക്യൂറി എന്ന പേര് സാധാരണയായി ഏതെങ്കിലും ഒരു കയ്യെഴുത്ത് പ്രതി വാചകം എന്നതിലുപരി പാചക കുടുംബത്തിനാണ് ഉപയോഗിക്കുന്നത്. നിലവിലുള്ള ഏറ്റവും പഴയ ഇംഗ്ലീഷ് കുക്കറി പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഇത് കൂടാതെ പല പാചകവിധികളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി പറഞ്ഞത്. 2021 പാലക്കിന്റെ ലോക ഉൽപാദനം 32 ദശലക്ഷം ടൺ ആയിരുന്നു. അതിന്റെ 92% ചൈനയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇംഗ്ലണ്ടിൽ ഇതിനെ സ്പിന്നഡ്ജ് എന്നും സ്പിന്നോച്ചസ് എന്നും വിളിക്കുന്നു. യഥാർത്ഥത്തിൽ പേർഷ്യൻ ഭാഷയായ അറബിയിൽ നിന്നും കടമെടുത്ത ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇതിന് ആ പേരു ലഭിച്ചത്. പരിക്കേറ്റ ഫ്രഞ്ച് സൈനികർക്ക് അവരുടെ രക്തസ്രാവം കുറയ്ക്കാനായി ഇതിന്റെ നീര് ചേർത്ത വീഞ്ഞ് നൽകിയതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാചക വിഭവങ്ങളിൽ അസംസ്കൃതമായും സലാഡുകളിലും സൂപ്പുകളിലും കറികളിലും കാസറോളുകളിലും പാചകം ചെയ്തും കഴിക്കുന്നു. ഇതിന്റെ ഇളം തണ്ടുകൾക്കും മൃദുവായ പച്ച ഇലകൾക്കും വേണ്ടിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇതിന്റെ മാംസളവും ഹരിതാഭവുമായ ഇലകൾ പച്ചയായോ വേവിച്ചോ കഴിക്കാം. മുൻപ് പറഞ്ഞത് കൂടാതെ മാംസ്യ വിഭവങ്ങളിൽ വരെ ഒരു ചേരുവയായി ചേർക്കാവുന്നതാണ് പാലക്ക്. ഭൂരിഭാഗം പൂച്ചെടികൾക്കും പച്ചക്കറികളായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾക്കും വിപരീതമായി ഇത് ഒരു ഡൈ ഓക്കസ് സസ്യമാണ്. അതായത് ഇതിന്റെ വ്യത്യസ്ത സസ്യങ്ങളിൽ പെൺ അല്ലെങ്കിൽ ആൺപൂക്കൾ ഉണ്ടാകുന്നു. പൂക്കൾ ചെറുതും പച്ച നിറമുള്ളതും പരാഗണത്തിന് ആകർഷകമല്ലാത്തതുമാണ്. ഇതിന്റെ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. അതിനായി ഇതിന്റെ കുമ്പോള അല്ലെങ്കിൽ പൂമ്പൊടി വളരെ ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. അതിനാൽ ഇതിന് കാറ്റിലൂടെ വളരെ ദൂരത്തിൽ മൈലുകൾക്കപ്പുറം വരെ എത്തിക്കാൻ കഴിയും. ഇത് വളരെ കാലമായി ചോനോപീഡിയാസി കുടുംബത്തിലായിരുന്നു പെടുത്തിയിരുന്നത്. എന്നാൽ 2023 അത് കാരിയോഫില്ലേൽസ് എന്ന അമരാന്തസി കുടുംബത്തിൽ പെടുത്തി. 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണിത്. അപൂർവമായി ദ്വിവത്സര സസ്യങ്ങളും കാണപ്പെടുന്നുണ്ട്.
മിതശീതോഷ്ണ പ്രദേശങ്ങളിലാണ് ഇത് വ്യാപകമായി വളർത്തി കാണപ്പെടുന്നത്. കാരണം ശീതകാലം കൂടുതലായി ആവശ്യമുള്ള ചെടിയാണിത്. എന്നാൽ ഇന്ന് ഇതിന്റെ ഉഷ്ണമേഖലാ ഇനങ്ങളും നാട്ടിൻപുറങ്ങളിൽ വിജയകരമായി കൃഷി ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പച്ചക്കറി വിഭാഗത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ നാട്ടിലെ അടുക്കളത്തോട്ടങ്ങളിലും മട്ടുപ്പാവുകളിലും വീട്ടുവളപ്പിലെ ഗ്രോ ബാഗുകളിലും ഒക്കെ ഇത് വളർത്തിയെടുക്കാം. ചീരയേക്കാളും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പാലക്ക് ചീര. ഇതൊക്കെയാണെങ്കിലും കൊടും ചൂടുള്ള കാലാവസ്ഥ പാലക്കിന്റെ വളർച്ചയ്ക്ക് ഹാനികരമാണ്. തണുപ്പുള്ള മലമ്പ്രദേശങ്ങളിൽ വർഷം മുഴുവൻ ഇത് കൃഷി ചെയ്യാവുന്നതാണ്. അത്യധികം ചൂടില്ലാത്ത കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ഇത് കൃഷി ചെയ്യാം. ഓൾ ഗ്രീൻ, ഹരിതശോഭ തുടങ്ങിയ ഇനങ്ങൾ ഇതേപോലുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനങ്ങളാണ്. ഓൾ ഗ്രീൻ ഇന്നത്തെ ഹൈടെക് ഗ്രീൻ ഹൗസുകളിൽ ആണ്ട് മുഴുവൻ കൃഷി ചെയ്യാം. വിത്ത് പാകി മുളപ്പിച്ചാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഭാഗികമായ തണലിലോ നല്ല സൂര്യപ്രകാശത്തിലോ ഒക്കെ ഇത് കൃഷി ചെയ്യാം. നല്ല വളക്കൂറുള്ള മണൽ കലർന്ന പശിമരാശിയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഇതിന് നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. 6 മുതൽ 7 വരെയുള്ള ന്യൂട്രൽ മണ്ണിനേക്കാൾ ചെറുതായി അസിഡിറ്റി ഉള്ള മണ്ണാണ് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഈ ശ്രേണി ഇതിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ മണ്ണ് പ്രദാനം ചെയ്യുന്നു. എന്നിരുന്നാലും 5.5 മുതൽ 7.5 വരെയുള്ള pH പരിധിയും ഇതിന് സഹിക്കാൻ കഴിയും. എന്നാൽ മുൻപ് പറഞ്ഞ നിർദ്ദിഷ്ട pH പരിധിക്കുള്ളിലായിരിക്കും ഇതിന് മികച്ച ഫലം ലഭിക്കുക. മണ്ണ് പരിശോധനയിൽ pH പരിധി വ്യത്യസ്തമാണെങ്കിൽ അതിനെ ക്രമപ്പെടുത്താനുള്ള മാർഗങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ മെത്തേഡ് ഓഫ് റെഗുലേറ്റിംഗ് സോയിൽ pH ലെവൽ എന്ന പേജ് സന്ദർശിക്കുക. തുടർച്ചയായി നനവ് കൊടുത്താൽ നല്ല വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് പാലക്ക്. മറിച്ച് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, കൊക്കോപിറ്റ് എന്നിവ തുല്യ അളവിൽ അതിൽ നിറയ്ക്കുക. അതിനുശേഷം വിത്ത് മുളയ്ക്കാനായി ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ ഇട്ടുവെച്ച ശേഷം അത് പാകാം. നട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് പാലക്ക്. വിളവെടുപ്പിന് ശേഷം ഒരു ദിവസത്തിൽ കൂടുതൽ പുറത്തുവെച്ചാൽ ഇതിന്റെ ഇലകൾ കേടായി പോകും. അതുകൊണ്ട് തന്നെ കാനിങ്, ശുദ്ധീകരണം അല്ലെങ്കിൽ നിർജ്ജലീകരണ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത് സംഭരിക്കേണ്ടതാണ്. ഇതിൽ ഓക്സിലേറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ വേവിച്ച് കഴിക്കേണ്ടതാണ്. കാരണം വേവിക്കുമ്പോൾ അതിൽ ഓക്സിലേറ്റിന്റെ അളവ് കുറയുന്നതാണ്. വെള്ളത്തിൽ ലയിക്കുന്ന 19ന്റെ അനുപാതത്തിലുള്ള NPK മിശ്രിതം 2 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ഈ ചെടിക്ക് തളിക്കണം. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. ജൈവവളം നൽകുമ്പോൾ അടിവളമായി എല്ലുപൊടിയോ മേൽവളമായി വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവയും ചേർത്ത് കൊടുക്കണം. ഓരോ വിളവിന് ശേഷവും ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താൽ വിളവ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഓരോ വിളവെടുപ്പിന് ശേഷവും രാസവളമോ ജൈവവളമോ നൽകേണ്ടതാണ്. തുടർന്ന് 2-3 ആഴ്ചയ്ക്കുള്ളിൽ വിളവെടുക്കാം. മുഞ്ഞ, ലീഫ് മിനറുകൾ, കാറ്റർപില്ലറുകൾ, ചെള്ളുവണ്ടുകൾ, വെറ്റിലപ്പുഴുക്കൾ എന്നിവയാണ് പാലക്കിനെ ബാധിക്കുന്ന കീടങ്ങൾ. ഡൗണി മിൽഡ്യൂ, വിഷമഞ്ഞ്, ഫ്യൂസാറിയം വിൽറ്റ്, ആന്ത്രാക്നോസ്, ബാക്ടീരിയൽ ലീഫ് സ്പോട്ട് ഇവയൊക്കെയാണ് ഈ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങൾ. എങ്കിലും സ്യൂഡോമോണസ് ലായനി 2 ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുത്താൽ പരമാവധി രോഗബാധകൾ നിയന്ത്രിക്കാൻ കഴിയും. മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിതസ്ഥിതിക്കുമുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ജൈവരാസ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ലേബൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. എടുത്തു പറയാൻ കാരണം ഇതൊരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അമിതമായ കീടനാശിനി ഉപയോഗങ്ങൾ ഭക്ഷ്യബാധയ്ക്ക് വരെ ഇടയാക്കിയേക്കാം. രോഗ കീടബാധകളുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. അതുപോലെ ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാലക്ക് ഏറ്റവും സമൃദ്ധമായ പോഷക ഇലക്കറിയിൽ ഒന്നു മാത്രമല്ല, ഈ സമൃദ്ധമായ പോഷകങ്ങൾ കാരണം നിരവധി ഔഷധ ഗുണവുമുണ്ട് ഈ സസ്യത്തിന്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, ഇരുമ്പ്, കാൽഷ്യം, മഗ്നീഷ്യം, തയാമിൻ, നിയാസിൻ എന്നിവയുൾപ്പെടെ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും പാലക്കിൽ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ പഞ്ചസാര, ഫൈബർ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്സ് ഇവയൊക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് അവിശ്വസനീയമാം വിധം ആരോഗ്യകരമാണ്. ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്ന ലയിക്കാത്ത നാരുകൾ നിങ്ങളുടെ ആരോഗ്യത്തിന് പലതരത്തിൽ ഗുണം ചെയ്യും. ഭക്ഷണം നിങ്ങളുടെ ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാലക്കിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണെങ്കിലും ലയിക്കാത്ത നാരുകളാണ് കൂടുതലുള്ളത്. ഈ നാരുകളാണ് ദഹനത്തിന് ഗുണം ചെയ്യുന്നത്. ചീരയിൽ കരോട്ടിനോയിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിന് വൈറ്റമിൻ എ നൽകുന്നു. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ത്വക്കിന്റെ ആരോഗ്യവും രോഗപ്രതിരോധ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഇത്
ഒരു ഇലയിൽ നിങ്ങളുടെ ദൈനംദിന ആവശ്യത്തിനുള്ള അളവിന്റെ പകുതിയിലധികം അടങ്ങിയിരിക്കുന്നു. ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളൈറ്റ്, അതായത് വൈറ്റമിൻ B9 എന്നും അറിയപ്പെടുന്ന ഈ സംയുക്തം ഗർഭിണികൾക്ക് അത്യന്താപേക്ഷിതവും സാധാരണ സെല്ലുലാർ പ്രവർത്തനത്തിനും ടിഷ്യൂ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. അയൺ എന്ന അവശ്യധാതുക്കളുടെ മികച്ച ഉറവിടമാണ് പാലക്ക്. ഇത് ഹീമോഗ്ലോബിൻ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം അസ്ഥികളുടെ ആരോഗ്യത്തിന്, നാഡീവ്യൂഹം, ഹൃദയം, പേശികൾ എന്നിവയ്ക്കുള്ള നിർണായക സിഗ്നലിംഗ് തന്മാത്രയ്ക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളുടെ ഒടിവുകൾ എന്നിവയെ കുറയ്ക്കും. ഇതുകൂടാതെ നിരവധി സസ്യ സംയുക്തങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംയുക്തങ്ങളിൽ ഒന്നായ ലൂട്ടിൻ നമുക്ക് മെച്ചപ്പെട്ട നേത്രാരോഗ്യം നൽകുന്നു. കെംഫറോൾ എന്ന സംയുക്തം ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ക്യാൻസറും വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള സാധ്യതയും കുറയ്ക്കും. ഈ ചീരയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റുകൾ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്വെർസെറ്റിൻ എന്ന ആന്റി ഓക്സിഡന്റ് അണുബാധയും വീക്കവും തടയും. ഇതിന്റെ ഏറ്റവും സമ്പന്നമായ ഭക്ഷണ സ്രോതസ്സുകളിൽ ഒന്നാണ് പാലക്ക് ചീര. ഇതിൽ അടങ്ങിയിരിക്കുന്ന സിയാക്സാന്തിനും ലൂട്ടിൻ പോലെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന സസ്യ സംയുക്തമാണ്. അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, കണ്ണിന്റെ ആരോഗ്യം, രക്തസമ്മർദ്ദം എന്നിവ മെച്ചപ്പെടുത്തും എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതായത് ഫ്രീ റാഡിക്കലുകൾ, മെറ്റാബോളിസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഇത് ത്വരിതഗതിയിലുള്ള വാർദ്ധക്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഇത് കൂടാതെ ക്യാൻസറിനും പ്രമേഹത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പാലക്കിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളെ കുറയ്ക്കുകയും അതുമൂലമുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഗവേഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചില പച്ചക്കറികളുടെ നിറത്തിന് കാരണമാകുന്ന കരോട്ടിനോയിഡുകളായ സിയാക്സാന്തിൻ, ലൂട്ടിൻ എന്നിവ പാലക്കിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണുകളിലും ഈ പിഗ്മെന്റുകൾ ഉയർന്ന അളവിൽ ആവശ്യമാണ്. ഇത് സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കും. അതുപോലെ അന്ധതയുടെ പ്രധാന കാരണങ്ങളായ മാക്കുലർ ഡീജനറേഷനും തിമിരവും തടയാൻ സിയാന്താക്സിനും ലൂട്ടിനും നല്ലതാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സംയുക്തങ്ങൾക്ക് കണ്ണിന്റെ നിലവിലുള്ള കേടുപാടുകൾ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞേക്കാം. ക്യാൻസർ വളർച്ചയെ മന്ദഗതിയിലാക്കിയേക്കാവുന്ന MGDG, SQDG എന്നീ 2 ഘടകങ്ങൾ പാലക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പഠനത്തിൽ ഈ സംയുക്തങ്ങൾ ഒരു വ്യക്തിയുടെ സെർമിക്സിലെ ട്യൂമർ വളർച്ചയെ മന്ദഗതിയിലാക്കാൻ സഹായിച്ചു. അത് ട്യൂമറിന്റെ വളർച്ചയും കുറച്ചു. പല പഠനങ്ങളും ഇത് കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലുള്ള സാധ്യത കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്കറി കഴിക്കുന്നത് സ്തനാർബുദം തടയുന്നതിന് സഹായിക്കും. ഒരു മൃഗപഠനം സൂചിപ്പിക്കുന്നത് ഇത് ക്യാൻസർ രൂപീകരണത്തെ ഇല്ലാതാക്കും എന്നതു തന്നെയാണ്. ഇതിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ക്യാൻസറിനെ തീർച്ചയായും പ്രതിരോധിക്കും. ആളുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇത് കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തിന്റെ അളവ് ഫലപ്രദമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി. അതിന് പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള നൈട്രേറ്റുകളാണ്. അത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും. മറ്റു ചില പഠനങ്ങളും ഈ സമാനമായ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കിലെ നാരുകളും ആന്റി ഓക്സിഡന്റുകളും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണവും ഇൻസുലിൻ സംവേദനക്ഷമതയും മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ഇത് പ്രമേഹമുള്ളവർക്കും വരാൻ സാധ്യതയുള്ളവർക്കും ഗുണം ചെയ്യും. പാലക്ക് പൊതുവെ ആരോഗ്യകരമായ ഭക്ഷണമായി കണക്കാക്കുന്നു. എന്നിരുന്നാലും ചില വ്യക്തികളിൽ ചില പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആസിഡുകളും ധാതു ലവണങ്ങളും മൂലം അടിഞ്ഞുകൂടുന്ന വൃക്കയിലെ കല്ലുകൾ കാൽഷ്യം ഓക്സിലേറ്റ് ആണ്. പാലക്കിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ ഇത് പരിമിതപ്പെടുത്തേണ്ടതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കൂടിയ തോതിലുള്ള വൈറ്റമിൻ K ശരീരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇത് രക്തം കട്ട പിടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഇത് രക്തം നേർപ്പിക്കുന്ന മരുന്നിനെ തടസ്സപ്പെടുത്തും. വാർഫറിൻ പോലുള്ള രക്തം കട്ടി കുറയ്ക്കാൻ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഇത് വലിയ അളവിൽ കഴിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധനുമായി കൂടി ആലോചിക്കേണ്ടതാണ്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭക്ഷണക്രമത്തിൽ എളുപ്പത്തിൽ ചേർക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണമാണ് പാലക്ക്. സമീകൃതവും വ്യത്യസ്തവുമായ ഭക്ഷണ രീതികളുടെ ഭാഗമായി പാലക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ നല്ല സംഭാവന ചെയ്യും. മുൻപ് പറഞ്ഞ പ്രതിപ്രവർത്തനങ്ങൾ ഒഴിച്ചാൽ വളരെ വലിയ അവശ്യ പോഷകങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഒരു സസ്യമാണ് പാലക്ക്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഇലവർഗമായ പാലക്ക് ചീരയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.